ഇനിയൊരു സിദ്ധാർത്ഥൻ ആവർത്തിക്കപ്പെടരുത് എന്ന മുദ്രാവാക്യമുയർത്തി സിദ്ധാർത്ഥന്റെ കൊലപാതകം CBI അന്വേഷിക്കണമെന്ന ആവശ്യവുമായി ABVPയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് തുടരുകയാണ്. കേസിൽ ടീമിനെ പ്രതി ചേർക്കണമെന്നും ക്യാമ്പസുകളിൽ SFI വിചാരണ കോടതികൾക്കെതിരെയുമാണ് ലോങ് മാർച്ച്. എന്തിനും പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ മരണത്തിൽ തുടരുന്ന മൗനം SFIയെ സംരക്ഷിക്കാനാണെന്ന് സമരനായകൻ ABP സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ് വിമർശിച്ചു. നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്ന് സെക്രട്ടറി ശ്രാവൺ ബി രാജ് പറഞ്ഞു. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, നീതി തേടി സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് വേണ്ടി ABVPയുടെ സമരപാത ഏത് തരത്തിലാണ് ഈ ഒരു സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഒരു സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യമായി സിദ്ധാർത്ഥന് നീതി തേടി തെരുവിലിറങ്ങിയ വിദ്യാർത്ഥി പ്രസ്ഥാനം, അത് ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ABVP ആണ്. സമാനമായി തന്നെയാണ് അവരുടെ ഒരു സമരം തുടരുകയും ചെയ്തത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് സിദ്ധാർത്ഥന്റെ നെടുമങ്ങാടുള്ള വീട്ടിൽ നിന്നും സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും പകർന്നു നൽകിയ ദീപം, ആ ദീപം എന്തിയ ദീപശിഖ, ആ ദീപശിഖയുമായാണ് ABVPയുടെ ലോങ് മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 12 മണിക്കൂറോളം നീണ്ട ലോങ് മാർച്ച്, അതാണ് ABVP തീരുമാനിച്ചിട്ടുള്ളതും. പ്രത്യേകിച്ച് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥന് നീതി ലഭ്യമാക്കുക, CBI കേസ് ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായ പ്രതികളിലേക്ക് കേസന്വേഷണം എത്തുക, ഒപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന SFI ഭീകരത അത് അവസാനിപ്പിക്കുക, PFI SFI കൂട്ടുകെട്ട് അവസാനിപ്പിച്ചുകൊണ്ട് ശാന്തമായ ഒരു കലാലയവും അന്തരീക്ഷവും സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥന് നീതി തേടിക്കൊണ്ടും ഈ ഒരു പ്രതിഷേധ ലോങ് മാർച്ച് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് വഴിയില, കരകുളത്തിന് സമീപമുള്ള വഴിയിലാണ്. വഴിയിലയിൽ ഇപ്പോൾ ഉച്ചഭക്ഷണവും തുടർന്നുള്ള ഇടവേളയുമാണ് ലോങ് മാർച്ചിനുള്ളത്. ഈശ്വരപ്രസാദ്, സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ് ആണ് ഔദ്യോഗികമായി ഈ സമരം നടത്തുന്ന അല്ലെങ്കിൽ ലോങ് മാർച്ചിന്റെ സമര നായകൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ലോങ് മാർച്ച് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അല്പസമയം മുമ്പ് ജനം TVയോട് അടക്കം ഈശ്വരപ്രസാദ് പ്രതികരിച്ചത് ഇത്തരത്തിലാണ്. എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മൾ കണ്ടതാണ് പരിപാടി നടത്തിയ അവതാരകയോടക്കം പ്രകോപനപരമായി പ്രതികരിക്കുകയും വലിയ രീതിയിൽ ശബ്ദമുയർത്തി സംസാരിക്കുകയും ചെയ്ത മുഖ്യമന്ത്രി. പക്ഷേ ഇത്തരത്തിലൊരു യുവജന പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു യുവാവ് സംസ്ഥാനത്തെ ഒരു കലാലയത്തിൽ SFIയുടെ അരിംകൊലയ്ക്ക് ഇരയായതിനു ശേഷം ഔദ്യോഗികമായൊരു പ്രതികരണം നടത്താനോ ഒരു വാർത്താക്കുറിപ്പ് നടത്താനോ മുഖ്യമന്ത്രി ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈശ്വരപ്രസാദ് ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ മൗനം തുടരുന്നത് അത് SFI പ്രതികളെയും അല്ലെങ്കിൽ SFIയുടെ പ്രതികളായ നേതാക്കന്മാരെയും സംരക്ഷിക്കുന്ന നിലപാടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് എന്നുള്ളതായിരുന്നു വിമർശനം. അതേസമയം തന്നെ ഈ മാർച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ABVPയുടെ ദേശീയ സെക്രട്ടറി ശ്രാവണാണ്. ശ്രാവൺ പറഞ്ഞതും അത്തരത്തിൽ തന്നെയാണ്. കാരണം ആ അമ്മയുടെയും ജയപ്രകാശിന്റെയും കണ്ണീര് അത് തോരാ കണ്ണീരാണ്. ഇനി ഒരു ജയപ്രകാശ് ഈ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല, ഒരു സിദ്ധാർത്ഥ് ഈ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ കലാലയങ്ങളെല്ലാം PFI SFI കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് ഇവരുടെ മുക്തമായ ഒരു കലാലയം, ശാന്ത അന്തരീക്ഷമായ ഒരു കലാലയം സൃഷ്ടിക്കാനാണ് ABVP സമരമുഖത്തുള്ളത്. തുടർ ദിവസങ്ങളിലും ഈ CBI അന്വേഷണം ഏറ്റെടുക്കും വരെ സമരവുമായി മുന്നോട്ട് പോകും. ഈ CBI അന്വേഷണം ഏറ്റെടുക്കണം. സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്താൽ ഈ സിദ്ധാർത്ഥിന് നീതി നിഷേധിക്കപ്പെടും, സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെടും. ഇനിയും പല സിദ്ധാർത്ഥന്മാരും കേരളത്തിൽ ആവർത്തിക്കപ്പെടും, അതുറപ്പാണ്. അതുകൊണ്ട് തന്നെ ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ABVP മുന്നോട്ട് വെക്കുന്നത്. അതായത് നീതി ലഭിക്കുന്നത് വരെ ഈ ഒരു സമരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്, അല്ലേ? സുരേഷ്, അത്തരത്തിൽ തന്നെയാണ്. കാരണം തുടക്കം മുതൽ തന്നെ ആ കുടുംബത്തിന്റെ കണ്ണീരിനൊപ്പം, ആ കുടുംബത്തിന്റെ വിഷമത്തിനൊപ്പം ചേർന്ന് നിന്നൊരു പ്രസ്ഥാനം, അത് വിദ്യാർത്ഥി പ്രസ്ഥാനം ABVP ആണ്. തുടക്കത്തിൽ ആദ്യമായി ഒരു യൂണിറ്റ് പോലും ഇല്ലാത്ത വൈത്തിരിയിലെ കോളേജിന് മുന്നിൽ, പൂക്കോട് വെറ്റിനറി സർവകലാശാലയ്ക്ക് മുന്നിൽ ABVP പ്രതിഷേധം നടത്തി. തൊട്ടു പിന്നാലെ സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ 2 ABVP പ്രവർത്തകർ പ്രതിഷേധ സമരവും ഒപ്പം തന്നെ രാപ്പകൽ
രാപ്പകൽ നിരാഹാര സമരം ഉൾപ്പെടെ ഉപവാസ സമരം ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ കുടുംബത്തിൽ നിന്ന് ദീപശിഖയും വേണ്ടി ഒരു ലോങ് മാർച്ചിന് ABVP തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം വളരെ വലിയ ചൂടാണ്, താപനില ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം. ആ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ളൊരു സമരവീര്യമാണ് ABVP ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് SFI PFIയുടെ കൂട്ടുകെട്ട് നമ്മൾ സംസ്ഥാന വ്യാപകമായുള്ള കലാലയങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇന്തിഫാദ ഉൾപ്പെടെയുള്ള യുവജനോത്സവത്തിന്റെ ലോഗോയിൽ പേര് പരാമർശിച്ചുകൊണ്ട് അത് പ്രത്യക്ഷമായി തന്നെ പുറത്തു വരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഈ അന്വേഷണത്തിൽ പൂർണ്ണ പരാജയമാണ്. ഒപ്പം പോലീസ് പൂർണ്ണമായും പരാജയപ്പെടുന്നുണ്ട്. തെളിവുകൾ നശിപ്പിക്കാൻ ഡീൻ ഉൾപ്പെടെ ഉള്ളവർക്ക് കൂട്ടുനിൽക്കുന്ന സാഹചര്യം പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഡീനെ അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു കേന്ദ്ര ഏജൻസി അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസി കേസ് ഏറ്റെടുത്താൽ മാത്രമേ കൃത്യമായി സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ലഭിക്കുകയുള്ളൂ, സിദ്ധാർത്ഥന് നീതി ലഭിക്കുകയുള്ളൂ എന്നാണ് ABVP ഉന്നയിക്കുന്നത്. ABVP മാത്രമല്ല, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി V മുരളീധരൻ കഴിഞ്ഞ ദിവസം സത്യാഗ്രഹ സമരം നടത്തി സമാനമായി CBI അന്വേഷണം ഏറ്റെടുക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ അവർക്കൊപ്പം കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ മകനായി അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ സഹോദരനായാണ് ഈ ഓരോ ABVP പ്രവർത്തകരും ഇതിന്റെ ഭാഗമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള ABVP പ്രവർത്തകർ, തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള വിവിധ കലാലയങ്ങളിലെ ABVP പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ലോങ് മാർച്ചിന്റെ ഭാഗമാകുന്നുണ്ട്. ഉച്ചഭക്ഷണ ഇടവേളയിലാണ്. എന്തായാലും 3 മണിയോടുകൂടി വീണ്ടും ലോങ് മാർച്ച് പുനരാരംഭിക്കും. രാത്രി 7 മണിയോടുകൂടി സെക്രട്ടേറിയറ്റ് പടിക്കലാണ് ഈ ഒരു ലോങ് മാർച്ചിന് സമാപനം കുറിക്കാൻ പോകുന്നത്. അതിനു മുൻപ് പാളയത്തു നിന്നും വീണ്ടും കൂടുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഉള്ള കൂടുതൽ പ്രവർത്തകരും ABVPയുടെ അംഗങ്ങളും നേതാക്കന്മാരും ഉൾപ്പെടെ ഈ ഒരു മാർച്ചിന്റെ ഭാഗമാകും. അതിനുശേഷമാണ് സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് പന്തം കൊളുത്തി ഈ ഒരു പ്രതിഷേധ ലോങ് മാർച്ച് നീങ്ങുക. സമാപനവും ഔദ്യോഗികമായി സെക്രട്ടേറിയറ്റ് പടിക്കലാകും. എന്തായാലും വരും ദിവസങ്ങളിലും CBI അന്വേഷണം നൽകാതെ അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കാതെയും അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം തുടരുകയാണെങ്കിൽ പൂർണ്ണമായും സമരമുഖത്ത് തങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമെന്നുള്ളതാണ് ABVPയുടെ ദേശീയ സംസ്ഥാന നേതൃത്വം പറയുന്നത്. സുരേഷ്, സിദ്ധാർത്ഥന് നീതി ലഭിക്കുന്നതുവരെ, കുടുംബത്തിന് നീതി ഉറപ്പാക്കുന്നതുവരെ സമരരംഗത്ത് അതിശക്തമായ രീതിയിൽ തുടരാൻ തന്നെയാണ് ABVPയുടെ തീരുമാനം. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.